ഷാർജയിൽ മരിച്ച വിവഞ്ചികയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലും അന്വേഷണം പോലീസ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ കോട്ടയത്തും അന്വേഷണം നടക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് വിവഞ്ചികയുടെ ഭർത്താവ് നിതീഷിൻ്റെ കോട്ടയം പുതുപ്പള്ളി കൊല്ലാടുള്ള വസതിക്ക് മുമ്പിലാണ്. വലിയ വീട്ടിൽ എന്നാണ് ഈ വീടിൻ്റെ വീട്ടുപേര്. ഇവിടെയാണ് വിവഞ്ചികയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത്. വിവഞ്ചികയുടെ ഭർത്താവിൻ്റെ പിതാവ് ഏതാനും ദിവസങ്ങൾ മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു. മരണത്തിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിലാണ് അദ്ദേഹം ഇവിടെ നിന്നും വിദേശത്തേക്ക് പോയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. വിവഞ്ചികയുടെ മാതാവ് കഴിഞ്ഞ ദിവസം കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി ഇമെയിൽ മാർഗം അയച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കോട്ടയം ഈസ്റ്റ് പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഈ ഘട്ടത്തിൽ പ്രദേശത്തെ പൊതുപ്രവർത്തകനും ജനപ്രതിനിധിയുമായിട്ടുള്ള സിബി കൊല്ലാട് എനിക്കൊപ്പം ചേരുകയാണ്. താങ്കൾക്ക് ഈ കുടുംബത്തെ നേരത്തെ അറിയാമായിരുന്നു? ഒരു 5 കൊല്ലം മുമ്പാണ് ഇദ്ദേഹം തിരുവാർപ്പ് കിളിരൂര് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്ഥലം. അവിടുന്ന് ഇവിടെ വന്ന് പെര വെച്ച് അദ്ദേഹം സ്ഥലം വാങ്ങിച്ച് പുതിയതായിട്ട് പെര വെച്ചതാണ്. പെര വെച്ച് നല്ല രീതിയിൽ താമസിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് 2 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ വൈഫ് ക്യാൻസറായിട്ട് മരിച്ചുപോയി. ഞങ്ങളൊക്കെ മരണത്തിൽ പങ്കെടുത്താണ്. അയാൾക്ക് 2 മക്കളാണുള്ളത്. 2 പേരും വിദേശത്താണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിൽ വായിച്ചാണ് ഈ വിവരങ്ങൾ അറിയുന്നത്. കാരണം ഒരിക്കലും അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ വരുമെന്ന് നമ്മളാരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല. ഞങ്ങളോടൊക്കെ നാട്ടിൽ ഇതിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്തും വഴി വെച്ച് കവലകളിലുമൊക്കെ കാണുമ്പോൾ വർത്തമാനം പറയാറുണ്ട്. കൂടുതൽ സമയം അദ്ദേഹം വൈഫ് മരിച്ചതിന് ശേഷം വിദേശത്താണുള്ളത്. ഈ സംഭവം ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇവിടുന്ന് പോയെന്നാണ് ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ പറഞ്ഞ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. ഇന്ന് രാവിലെയാണ് നമ്മൾ ചാനലിലൊക്കെ കൈരളി ചാനലും അങ്ങനെയുള്ളവരൊക്കെ അറിയുന്നത്. കുണ്ടറ പോലീസ് ഇദ്ദേഹത്തിനെയും മകനെയും മകളെയും പ്രതിയാക്കി കേസെടുത്തു എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് അവർ കോട്ടയം SP നമുക്ക് പരാതി കൊടുത്തു എന്ന് പറഞ്ഞു. ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അവരിവിടെ വന്ന് അന്വേഷിച്ചു. അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. നാട്ടുകാരും ചുറ്റളവുള്ളവരൊക്കെ ചെയ്തു തിരക്കി. പക്ഷേ അദ്ദേഹം ഇവിടെ ഇല്ല. പെര പൂട്ടിയിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പെര പൂട്ടിയിട്ടിരിക്കുകയാണ്. അതിന് മുമ്പ് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് അദ്ദേഹം വിദേശത്ത് പോവും, ഇടയ്ക്ക് നാട്ടിൽ നിൽക്കും. നമ്മളിതിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ചോദിക്കുമ്പോഴത്തേനാണ് ഞാൻ കഴിഞ്ഞ ദിവസമാണ് വന്നത്, അല്ല 10 ദിവസം കഴിഞ്ഞ് പോകും എന്നൊക്കെയാണ് നമ്മളോട് പറയുന്നത്. വളരെ സൗഹൃദമായിട്ട് നമ്മളോടൊക്കെ ഇടപെടുന്നൊരു ഇതാണ്. പക്ഷേ അദ്ദേഹം ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് നമുക്കൊരിക്കലും വിശ്വസിക്കാനായിട്ട് അങ്ങോട്ട് പറ്റുന്നില്ല. ഇവിടേക്കാണോ ഈ വിവഞ്ചികയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത്? അതെ, ഇവിടെ ഈ വീട്ടിൽ വെച്ചാണ് വിവാഹം നടക്കുന്നത്. ആ സമയത്തൊക്കെ നല്ല രീതിയായിരുന്നു. പിന്നെ എന്താണ് ഇങ്ങനെ, ഏതായാലും സർക്കാർ കാര്യമായിട്ട് രീതി നോക്കുന്നുണ്ട്. കേസ് നിയമത്തിൻ്റെ വഴി കൂടെ പോയി തെറ്റ് ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. ഗവൺമെൻറ് ആ കാര്യത്തിൽ വളരെ അടിയന്തരമായിട്ട് തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അമ്മയുടെ പരാതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, DGPക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുണ്ടറ പോലീസാണ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്ത്. ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്നത്, ഇവിടെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടാണ് ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ നമ്മളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ അന്വേഷണം കേരളത്തിൽ നടക്കുന്നുണ്ട്. അവിടുത്തെ കാര്യങ്ങളും നടക്കുന്നെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും പൊതുപ്രവർത്തകനായിട്ടുള്ള സിബി കൊല്ലാടാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. നിലവിലിപ്പോൾ ഈ വീട് അടഞ്ഞു കിടക്കുകയാണ്. ഇവിടെ ആരുമില്ല. ഏതാനും ദിവസങ്ങൾ മുമ്പാണ് നിതീഷിൻ്റെ പിതാവ് ഇവിടെ നിന്നും വിദേശത്തേക്ക് യാത്ര തിരിച്ചിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ മാതാവിൻ്റെ പരാതിയിൽ, അതായത് വിവഞ്ചികയുടെ മാതാവിൻ്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. സാംജിത് അർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.